ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് അപ്ഡേറ്റ്സ് പറയാനുണ്ട് നമുക്ക്. എന്നാ പിന്നെ നേരം കളയാതെ നേരെ അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ്, റൈഫിൾ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ സുരഭി ലക്ഷ്മി ആണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതല്ലാതെ മറ്റു ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ സുരഭി ലക്ഷ്മിയുടേത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേൾക്കുന്നത്. ഈ പോസ്റ്ററും അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റർ എന്ന് പറയുന്നത് ഒരു കിടലൻ പോസ്റ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു ഒറ്റ ലുക്കിൽ തന്നെ ഈ സുരഭി ലക്ഷ്മി എന്ന് പറയുന്നത് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വോയിസിലല്ല ഞാൻ പറയുന്നത്, ലുക്കിൽ ഭയങ്കരമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പെർഫോമൻസിലാണെങ്കിലും വളരെ നന്നായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ തന്നെ മാണിക്കന്റെ ഭാര്യയായിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടർ കീടലായിരുന്നു ARM. അത് ഏജ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെയായിരിക്കോ ആ രീതിയിൽ ഓരോ കയ്യിലും ഒരു ചെറിയ വിറയൽ കൊണ്ടുവരുന്നത് പോലും അങ്ങനെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കാണുമ്പോഴും ഒറ്റ മോഡൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു സ്ട്രോങ് അച്ചായത്തി ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത്. ഈ കഴുത്തിൽ കിടക്കുന്ന മാല സൈഡിൽ നമുക്ക് കാണാം, ആൻഡ് കയ്യിലെ റൈഫിൾ ഉണ്ട്. ഒരു കിടലൻ സിനിമയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. കൂടുതൽ അപ്ഡേറ്റുകളൊന്നും അവർ പുറത്തു വിട്ടില്ല, എന്നാലും അത് കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ജിങ്കാന. ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന നെസ്ലിൻ നായകനായിട്ട് വരുന്ന സിനിമ. നമ്മളൊക്കെ കേട്ടിരുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി നെസ്ലിൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, മാത്യു ഈ അടുത്ത് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ, ഏത് സിനിമയുടെ എനിക്കറിയില്ല, ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു നെസ്ലിന്റെ ഒരു കിടലൻ സാധനം വരാനുണ്ട്, അവൻ കുറെ മെനക്കെട്ട് ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ സെറ്റാക്കി എന്നൊക്കെ. അതിന്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ല കേട്ടോ ഇത് അങ്ങനെ സാധനം ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ആലപ്പുഴ ചിങ്കാന എന്ന് പറഞ്ഞിട്ട് വ്യക്തമല്ലാത്ത രീതിയിലുള്ള സാധനം വന്നിട്ടുണ്ട്. പക്ഷെ വ്യക്തമായിട്ട് നെസ്ലിന്റെ ലുക്ക് കാണുന്ന രീതിയിൽ ഒരു സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതാണ് ആ സംഭവം. എന്താ സാധനം, ഈ ചെറുക്കൻ ഭയങ്കര പഞ്ചാര ക്യാരക്ടേഴ്സ് ചെയ്ത് പെട്ടെന്ന് ഈ ഒരു മാറ്റം കാണുമ്പോൾ ഈ മേക്ക് ഓവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ക സെറ്റ് ബോഡി കേട്ടോ. കാരണം ഇത് കാണുമ്പോൾ സിക്സ് പാക്ക് ഉണ്ട്, ചെസ്റ്റ് ഒക്കെ എന്താ ഷേപ്പ്, ഭയങ്കര നൈസ് ആയിട്ട് ഈ ഓരോ സ്ഥലവും. അത് നമുക്ക് ഫിസിക്കലി ഭയങ്കര ഇറക്കി ഇങ്ങനെ വെച്ചേക്കുന്ന പരിപാടിയല്ല, അതിനപ്പുറത്തേക്ക് ഫിറ്റ് ആണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം, എക്സ്ട്രാ ഫിറ്റ് ആണ്, വെറും ഫിറ്റ് അല്ല. അത് എന്തായാലും ഒരു വേഷം സൂപ്പർ ആയിരിക്കും. പൊതുവെ മാത്യുവും നെസ്ലിനും ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ പല ആളുകളും മാത്യു ഭയങ്കര ക്യാരക്ടേഴ്സ് എടുക്കുന്നു, തമിഴിൽ പടം ചെയ്യുന്നു, വിജയിന്റെ മകനായിട്ട് ചെയ്യുന്നു, ഇനി വരാനുള്ള സിനിമകളും വലിയ സിനിമകളാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ നെസ്ലിൻ ഇവിടെ ഒരു ജനപ്രിയനായിട്ട് ഇങ്ങനെ പോകുന്നു വിചാരിച്ച സമയത്താണ്, ജനപ്രിയൻ നല്ല കാര്യമാണ് കേട്ടോ, അല്ലെന്നല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ഇത്തരത്തിലൊരു കഥാപാത്രമൊക്കെ ചെയ്ത് ഭയങ്കര മേക്ക് ഓവർ വരുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇതൊരു ഗംഭീര സാധനമായിട്ടുണ്ട്. അപ്പൊ അത് സൂപ്പർ. പടം വരട്ടെ, ബാക്കി അപ്ഡേറ്റുകൾ വരട്ടെ, അപ്പൊ നമുക്കറിയാം. അടുത്തത് യശ്, റോക്ക് സ്റ്റാർ, റോക്കിംഗ് സ്റ്റാർ അല്ലെങ്കിൽ റോക്കി ബൈ 2 വർഷം, അതായത് KGF 2 കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു സിനിമേന്റെ അപ്ഡേറ്റ് തന്നെ പുറത്തു വരുന്നത്. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമ ടോക്സിക്, നമ്മുടെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന മലയാളികളുടെ അഭിമാനമായി മാറും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വലിയ രീതിയിൽ ഇത് ചർച്ചകൾ വന്നിരുന്നു. ഈവൻ അതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ വന്ന സമയത്ത് ഞാൻ വരെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നോക്കുന്ന സാധനം. എന്നാൽ ടോക്സിക് ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കേൾക്കുന്ന വാർത്തകൾ. അപ്പോ അടുത്ത വർഷം ഏപ്രിൽ സിനിമ വരുന്നതാണ് അനൗൺസ്മെന്റ് വീഡിയോയിൽ അവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ കേൾക്കുന്നത്, നിർമ്മാതാക്കൾ പറയുന്നത് ഇത് ഒരു യശ് എന്ന സ്റ്റാറിന് ചേരുന്ന കഥയല്ല എന്നാണ്. ഇവർക്ക് ഇത് മുമ്പ് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. ഇവർ കേൾക്കുന്ന സമയത്ത് ഇവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ അതൊരു ഒരു റൂമറായിട്ട് മാത്രം കേൾക്കുന്ന സാധനമാണ്. കാരണം യശിന് വേണ്ടി സിനിമ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും KGF പോലെ ഒരു വൻ പടം, അത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വന്ന് കോടികൾ കൊയ്ത് പുള്ളിക്കാരന് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇമേജും മാറ്റിമറിച്ച് ടോപ്പിൽ എത്തിച്ച ഒരു പടമാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്ക് അടുത്ത പടം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ തിരഞ്ഞെടുത്ത് അങ്ങനെ ഒരു സിനിമ ചെയ്യണം. അതും വലിയ ബജറ്റിൽ വരുന്ന സിനിമയാണ്, അത് അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും, അതിലൊന്നും ഡൗട്ടൊന്നുമില്ല. പക്ഷെ അത് ആദ്യമേ ഇവർക്ക് അറിയില്ലായിരുന്നു ഒരു ചോദ്യം അവിടെ ഉണ്ട്. രണ്ട്, മറ്റൊരു റൂമർ കേൾക്കുന്നത് സംവിധായകനും അല്ലെങ്കിൽ യശും ഗീതു മോഹൻദാസും തമ്മിൽ ഈ തിരക്കഥയെ ചൊല്ലി വന്നിട്ടുള്ള തർക്കമാണ് മറ്റൊരു കാരണമെന്നും പറഞ്ഞു കേൾക്കുന്നത്. ന്യൂസ് തന്നെ വന്നിട്ടുണ്ട്, ന്യൂസ് അതുപോലെ തന്നെ വായിക്കാം, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. യശ് എന്ന സ്റ്റാറിൽ ചേരുന്ന സ്ക്രിപ്റ്റ് അല്ലെന്ന് നിർമ്മാതാക്കൾ പറയുന്നത് കൊണ്ടാണ് ചിത്രം ഉദ്ദേശിച്ചതെന്നാണ് പുറത്തു വരുന്ന റൂമറുകളിൽ ഒന്ന്. എന്നാൽ യശും ഗീതു മോഹൻദാസും തമ്മിൽ കഥയെ ചൊല്ലിയുള്ള തർക്കം കാരണമാണ് ഉപേക്ഷിച്ചതെന്നും ചിലർ പറയുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അടുത്ത വർഷം ഏപ്രിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അനൗൺസ്മെന്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇതിൽ വൻ താരനിരയാണ് വരുന്നു പറഞ്ഞിട്ടോ. നയൻതാര, കിയാറ അദ്വാനി, ശ്രുതി ഹാസൻ, കരീന കപൂർ, നവാസുദ്ദീൻ സിദ്ദീഖി തുടങ്ങി വലിയ താരനിരകളുണ്ട്. എന്നാൽ ഒരാളുടെ ഭാഗത്തുനിന്നും ഒരു അപ്ഡേറ്റും പിന്നീട് കേട്ടിട്ടില്ല. സത്യത്തിൽ ഈ സിനിമ ഉപേക്ഷിക്കപ്പെട്ട പോലെ തന്നെയാണ് ഏറെക്കുറെ കാര്യങ്ങളുടെ ഒരു കിടപ്പ്. നെക്സ്റ്റ്, ഇതാണ് അപ്ഡേറ്റ്. കാന്താര 2, ആക്ച്വലി കാന്താര ചാപ്റ്റർ 1 ഇത് സ്വീക്കലായിട്ടാണല്ലോ വരുന്നത്. ഇപ്പോ നമ്മൾ കണ്ട കാന്താരയുടെ മുന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണല്ലോ പറഞ്ഞു തരാൻ പോകുന്നത്. കാന്താര എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആളുകൾ എത്രമാത്രം വെയിറ്റിംഗ് ആണെന്ന് നമുക്കറിയാം.
ഇതിൽ മോഹൻലാൽ കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാവും? എന്നാൽ ഏറെക്കുറെ അത് ഉറപ്പിച്ചു എന്നാണ് കേൾക്കുന്നത്. ലാലേട്ടൻ ഇതിനു മുമ്പ് റൂമറുകൾ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പോ സ്ട്രോങ് റൂമേഴ്സ് എന്ന് പറയേണ്ടി വരും. ആദ്യം ഇങ്ങനെ ഇടക്കും തിരക്കൊക്കെ പല ആളുകൾ പറഞ്ഞു എന്നല്ലാതെ അതിനെ കുറിച്ചുള്ള വാർത്തകളൊന്നും വന്നിരുന്നില്ല. എന്നപ്പോ അത് വാർത്തകളിൽ പോലും വന്നു തുടങ്ങി എന്നുള്ളതാണ്. ലാലേട്ടൻ ഈ എന്താ ഋഷഭ് ഷെട്ടിയുടെ കഥാപാത്രത്തിന്റെ അച്ഛനായിട്ടാണ് വരിക എന്നാണ് പറയുന്നത്. ആക്ച്വലി ചിന്തിച്ചു നോക്കുമ്പോൾ ഭയങ്കര സംഭവമാണ്. അവിടെ ഫോട്ടോ എടുക്കാം. ഈ ഋഷഭ് ഷെട്ടിയും അതുപോലെ തന്നെ താടി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. പുള്ളിക്കാരൻ ഇപ്പൊ താടി വെച്ച് നടക്കുന്ന ഒരു സാധനം. അതിന്റെ കൂടെ ലാലേട്ടൻ കൂടി താടി വെച്ച് നിൽക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ഭയങ്കര മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യും. രണ്ടുപേരുടെയും മുഖവും ആ ഒരു മുഖത്തിന്റെ വലിപ്പവും ശരീരം കൂടി നോക്കുമ്പോൾ അച്ഛൻ ക്യാരക്ടർ ആവാൻ ഭയങ്കര സാധ്യത ഉള്ളൊരു നടൻ ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു കിടവും റോളും ആയിരിക്കും. സിനിമ എന്തായാലും മാരക സിനിമയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോ അതൊരു പൊളി സാധനമായിരിക്കും. ന്യൂസ് എങ്ങനെ വന്നത്? കാന്താര ചാപ്റ്റർ 1 മോഹൻലാലും എത്തുന്നു എന്ന് റിപ്പോർട്ട്. ചിത്രം നിർമ്മിക്കുന്ന ഹോംപാലെ ഫിലിംസ് മോഹൻലാലുമായി ഒപ്പിട്ടുവെന്നും ഋഷഭ് ഷെട്ടിയുടെ അച്ഛനായിട്ടാണ് വേഷമിടുന്നതെന്നാണ് സൂചന. എന്തരാണല്ലേ. അടുത്തത് അല്ലു അർജുന്റെ പുഷ്പ 2 ഇനി വരാനിരിക്കുന്ന ചിത്രമാണ്. മാത്രമല്ല അല്ലു അർജുൻ ഫാൻസ് ഒട്ടുക്കും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഈ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ. എല്ലാവർക്കും അത് അറിയാം. അപ്പൊ ഇതില് ഷാറൂഖ് ഖാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ റൂമർ കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യം എന്നൊക്കെ ഉള്ളത് നമ്മൾ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് അറിയാൻ സാധിച്ചത് പുള്ളിക്കാരൻ അതിൽ വരുന്നു എന്നുള്ളതല്ല പറഞ്ഞിരുന്നത്. പുഷ്പ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ആദ്യം ഷാറൂഖ് ഖാനെ പരിഗണിച്ചിരുന്നു. അപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരൻ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പുഷ്പ ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അല്ലുവിന്റെ സ്വാഗ് എനിക്ക് വരില്ല. അവസരം നിരസിച്ചതിൽ ദുഃഖമുണ്ടെന്നും ഷാറൂഖ്. ഈ അല്ലുവിന്റെ സ്വാഗ് എനിക്ക് വരില്ല എന്ന് പറഞ്ഞാൽ തിരിച്ച് ഷാറൂഖിന്റെ സ്വാഗ് അല്ലുവിനും വരില്ല. അത് തനി സ്റ്റൈൽ. രണ്ടും രണ്ട് ലെവലാണ്. അപ്പൊ ഇങ്ങനെയാണ് വാർത്ത കേട്ടോ. IFFKയിൽ എന്തുകൊണ്ട് പുഷ്പ നിരസിച്ചു എന്ന അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴാണ് IFFKയിൽ എന്തുകൊണ്ടാണ് പുഷ്പ നിരസിച്ചെന്നൊരു ചോദ്യം വന്നപ്പോൾ അതിന് കൊടുത്ത മറുപടി പുഷ്പയാണ് പറയുന്നത്, പുഷ്പ 2 അല്ല പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു മറുപടിയാണ് പുള്ളി കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇനി ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പുഷ്പ 2 ഒരു പക്ഷെ ചെറിയൊരു ക്യാമിയോയിൽ എന്തെങ്കിലും വരുമോ എന്നൊരു ചോദ്യം കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ സാധ്യത വളരെ കുറവാണ്. അതിനെക്കുറിച്ചുള്ള മറ്റു റൂമറുകളൊന്നും കേൾക്കാനില്ല. അപ്പോ അല്ലു അർജുന്റെ കൂടെ പുഷ്പ 2 ഷാറൂഖ് ഖാൻ അഭിനയിക്കുന്നില്ല. എന്തുകൊണ്ട് പുഷ്പ നിരസിച്ചു എന്ന ചോദ്യത്തിനാണ് പുള്ളിക്കാരൻ ഇത് പറഞ്ഞത്. അല്ലുവിന്റെ ആ സ്വാഗ് എനിക്ക് വരില്ല. അപ്പൊ കട്ടക്ക് നിൽക്കാൻ കഴിയാത്ത പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ രണ്ടും രണ്ട്. പുള്ളിക്കാരൻ അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും അല്ലുവിന്റെ സ്വാഗ് എനിക്ക് വരില്ല, അതുകൊണ്ട് ഞാൻ നിരസിച്ചു, അതിൽ ദുഃഖമുണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. പല കാരണങ്ങളും ഉണ്ടാവാം. എന്തായാലും പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.